പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെ വരുന്ന സീസണിലേക്ക് വേണ്ടി ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ISL-ൽ നിരവധി മത്സരങ്ങൾ കളിച്ച് നല്ല പരിചയസമ്പത്തുള്ള ഒരു താരമാണ് റൗളിംഗ് ബോർഗസ്. കേരള ബ്ലാസ്റ്റേഴ്സ് അപ്രതീക്ഷിതമായി നടത്തിയ ഒരു സൈനിങ് ആയിരുന്നു റൗളിംഗ് ബോർഗസിൻ്റേത്. അങ്ങനെ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വാർത്ത അനുസരിച്ച് റൗളിംഗ് ബോർഗസ് ഉടനെ കൊച്ചിയിലെത്തും. താരം എയർപോർട്ടിൽ നിന്നുള്ള ചിത്രങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. റൗളിംഗ് ബോർഗസിനെ പോലത്തെ മികച്ചൊരു മിഡ്ഫീൽഡർ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത് അത് ഗുണം ചെയ്യും. അടുത്തൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വരുന്ന സീസണിലേക്ക് വേണ്ടി 3 വിദേശ സൈനിങ്സ് ആണ് നടത്തിയിരിക്കുന്നത്. മാർലോൺ റോസ് എന്ന 22 വയസ്സ് പ്രായം വരുന്ന ഒരു ജർമ്മൻ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മറ്റൊരു താരം നോവ സദോയുടെ പകരക്കാരനായിട്ട് വന്നിട്ടുള്ള കെവിൻ യോക്ക് എന്ന താരത്തിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നലെയായിരുന്നു ആ ഒരു സൈനിങ് നടത്തിയതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3ാമത്തെ വിദേശ സൈനിങ് കൂടി ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. I-ലീഗിൽ ഗോകുലം കേരള FC-ക്ക് വേണ്ടിയെല്ലാം കളിച്ചിട്ടുള്ള ഒരു താരത്തിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്പാനിഷ് താരമായിട്ടുള്ള മത്തിയാസ് ഹെർണാണ്ടസിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു താരത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിലവിൽ 28 വയസ്സ് പ്രായം വരുന്ന താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് കളിക്കുന്നത്. I-ലീഗിൽ ഗോകുലം കേരള FC-ക്ക് വേണ്ടിയെല്ലാം കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം ഇദ്ദേഹം ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിൽ ചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതെന്റെ കരിയറിലെ പുതിയൊരു വെല്ലുവിളിയാണ്. അതിനായി ഞാൻ പൂർണ്ണമായും തയ്യാറുമാണ്. ക്ലബിനായി എൻ്റെ എല്ലാം നൽകാനും ഓരോ ദിവസവും കഠിനമായി പരിശ്രമിക്കാനും ഞാൻ തയ്യാറാണ്. ടീമിന്റെ ലക്ഷ്യങ്ങളെല്ലാം നേടാൻ സഹായിക്കാനും ഞാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തൊരു കാര്യം, വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരക്രമങ്ങൾ എങ്ങനെയായിരിക്കുമെന്നൊന്ന് നോക്കാം. ഫെബ്രുവരി 14 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം മോഹൻ ബഗാനെതിരെയാണ് ആ ഒരു മത്സരമുള്ളത്. 2ാമത്തെ മത്സരം മുംബൈ സിറ്റി FC-ക്കെതിരെയും 3ാമത്തെ മത്സരം ഇന്റർ കാശിക്കെതിരെയും 4ാമത്തെ മത്സരം ചെന്നൈ FC-ക്കെതിരെയുമാണ്. മാർച്ചിൽ ഈസ്റ്റ് ബംഗാളായിട്ടും പഞ്ചാബുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരമുണ്ട്. ഏപ്രിലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 4 മത്സരങ്ങളാണ് ഉള്ളത്. ഏപ്രിൽ മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നിരവധി മത്സരങ്ങളുണ്ട്. ഡൽഹിക്കെതിരെയും ബംഗളൂരു FC-ക്കെതിരെയും നോർത്ത് ഈസ്റ്റിനെതിരെയും ജംഷഡ്പൂർ FC-ക്കെതിരെയും ഒഡീഷ FC-ക്കെതിരെയും കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരമുണ്ട്. മെയിലാവട്ടെ മുഹമ്മദ് നസിക്കെതിരെയും FC ഗോവയ്ക്കെതിരെയും ബ്ലാസ്റ്റേഴ്സിന് മത്സരമുണ്ട്. കൂടുതൽ ISL-ഉമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.